ആ ശനിയാഴ്ചകളിൽ ഇവര് ഭാര്യമാരെ വിളിച്ച് അപ്പോൾ ഈ വിളിക്കുന്ന സമയത്ത് ഇവരെ എടുത്ത ആളുണ്ടാവും, തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെയും കമ്മ്യൂണിക്കേഷൻ കുറച്ച് മറ്റെന്തോ അവിടുന്ന് കിട്ടുന്ന ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഇവരറിയാതെ അറിയിച്ച വിവരപ്രകാരം പിന്നെ ഇവര് പോയി 3 ദിവസം ആയിട്ടുള്ളൂ. അതിനകം തന്നെ 2 തവണകളായിട്ട് 3ഓളം മലയാളികൾ വീണ്ടും ഈ കെണിയിൽ വീണിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തിരൂർ എവിടെയുള്ള ഒരാൾ 3 മാസം മുമ്പ് അവിടെ ഈ ചീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടെന്നു. ഇയാൾക്കൊക്കെ ഒരു മാസത്തിൽ പിന്നെ എത്രയോ ഡോളർ ടാർജറ്റാണ്. അപ്പോൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. എന്താണ് ഇവർക്ക് കൊടുക്കുന്ന ജോലി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കുന്നത് ട്രെയിനിങ് ആണ്. അത് പിന്നെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക, അതേപോലെയുള്ള ഓൺലൈൻ ചീറ്റിങ്ങിനാണ് ഇവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ചീറ്റിംഗ് ചെയ്തിട്ട് ഇവർക്കൊരു ടാർജറ്റാണ്, ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് ഇത്ര ചെയ്യണം.